എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പരമ്പരയിൽ 9ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 8ാമത്തെ എപ്പിസോഡ് പലർക്കും അനുഗ്രഹമായിരുന്നു എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചവരും അവരുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ഉള്ളത്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അത് തന്നെയാണ് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഉറപ്പും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതിന് നമുക്ക് വളരെയേറെ സന്തോഷിക്കാം, അഭിമാനിക്കാം. ആ ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തു അത്യന്തം സ്നേഹിക്കാൻ കരുതും ചെയ്ത് ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കൃപയ്ക്കും കരുണയ്ക്കും കരുതലിനും അടിയങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അടിയങ്ങൾ ഇത് 9ാമത്തെ എപ്പിസോഡ് അങ്ങയുടെ നാമത്തിൽ ചെയ്യുകയാണ്. കർത്താവേ, ഇന്ന് സംസാരിക്കുന്ന വചനങ്ങൾ, ഇന്ന് അടിയങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങൾ കർത്താവ് അത് അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സഹായിക്കണം, കൂടി ഇരിക്കണം. കർത്താവേ, അനുഗ്രഹിക്കണം. കർത്താവേ, വചനങ്ങൾ അടിയങ്ങളോട് ക്രിയ ചെയ്യണം, അടിയങ്ങളോട് ഇടപെടണം. കർത്താവേ, പ്രാർത്ഥനയോട് സ്തുതി. കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. നമ്മൾ ഇന്നും ചിന്തിക്കുന്നത് ദൈവവചനത്തിൽ നിന്നും ദൈവവിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 8 എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. ഇന്നും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. വിശ്വാസം, അതിൻ്റെ പരിപൂർണത എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 6ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. രാജാവ് സിംഹഗുഹയുടെ അരികിലെത്തിയിട്ട് അവൻ ദുഃഖശബ്ദത്തോട് ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ഈ സംഭവത്തിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ദാരിയോസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അതിനു മുമ്പ് ദാനിയേൽ ദാരിയോസ് രാജാവിൻ്റെ രാജ്യത്തെ ഒരു പ്രധാനിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹഭൃത്യന്മാരുടെ അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും വികാരങ്ങൾ മൂലം അവർ ദാരിയോസ് രാജാവിനെ സ്വാധീനിച്ച് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ ദാരിയോസ് രാജാവിനോടല്ലാതെ വേറെ ആരോടും യാതൊരു അപേക്ഷയും കഴിക്കരുത് എന്ന് പറഞ്ഞു. അതായത് ദാരിയോസ് രാജാവിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുക. അതായത് ദാരിയോസ് രാജാവിനോട് മാത്രമേ ആളുകൾ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദാനിയേലിനെ സംബന്ധിച്ച് ദാനിയേൽ അതനുസരിച്ചില്ല എന്നുള്ളതാണ് സത്യം. ദാനിയേൽ തൻ്റെ ജീവനുള്ള ദൈവത്തോട് 3 പ്രാവശ്യം, ദിവസവും 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. കഴിച്ചു വന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇത് നോക്കിയിരുന്ന ശത്രുക്കൾ രാജാവിനോട് ഉണർത്തിച്ചു, നമ്മളിങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ആ കൽപ്പന ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ കൊടുക്കണം, തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം. അവർ ദാനിയേലിനെ സിംഹക്കുഴിയിലിടാൻ നിർബന്ധിച്ചു. രാജാവ് മനസ്സില്ലാ മനസ്സോടെയാണ് സത്യത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടത്. അപ്പം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദാനിയേലിനോട് ചോദിച്ചാണ്, നീ ഇടപെടാതെ സേവിച്ചു വരും നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്നാണ്. അപ്പം ദാനിയേലിൻ്റെ മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. മനസ്സിലാക്കുക. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു വിധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉളവായിട്ടുണ്ടാകാം. ഈ സിംഹക്കുഴിയിൽ അകപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്ന, വിളിക്കാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ദൈവം നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നീ സിംഹക്കുഴിയിലായിട്ടുള്ള അവസ്ഥയിലാണോ, അവിടെ ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ ചന്ദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ തീച്ചുളയിലിട്ടപ്പോൾ ആ തീച്ചുളയിൽ അവരോട് കൂടെ നിന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സിംഹക്കുഴിയിലിട്ട ദാനിയേലിൻ്റെ കൂടെ നിന്നൊരു ദൈവം. ദാനിയേലിനെ സിംഹം പിടിക്കാതിരിക്കാൻ സിംഹം അവയുടെ വായ അടച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഉള്ള ചിന്തകൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട ദാനിയേലിൻ്റെ ശത്രുക്കളെ രാജാവ് സിംഹക്കുഴിയിലേക്ക് ഇട്ടുകളയാണ്. അവർ സിംഹക്കുഴിയിലേക്ക് വീണ് നിലത്ത് മുട്ടുന്നതിന് മുമ്പ് തന്നെ സിംഹം അവരെ ഭക്ഷണമാക്കി, അവരെ തകർത്ത് കളഞ്ഞു എന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ ശക്തി. ദാനിയേലിനെ അത്ര വിശന്നിരിക്കുന്ന അത്രയ്ക്ക് മാത്രം ആക്രമണകാരികളായ ആ സിംഹത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞൊരു ദൈവം, ദാനിയേലിൻ്റെ കൂടെ നിന്നൊരു ദൈവം. ആ ദൈവം തന്നെയാണ് നമുക്കുള്ളത്. ആ ദൈവം തന്നെയാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. അന്ന് സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്, കഴിവുണ്ട് എങ്കിൽ ഇന്നും സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. നീ സിംഹക്കുഴിയിൽ വീണ അവസ്ഥയിലാണോ? ആ സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ ശക്തനായ തമ്പുരാനാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക, വിശ്വസിക്കുക. നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കരുതൽ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ അപകട സമയങ്ങളിൽ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയണം. സങ്കീർത്തനക്കാരൻ എങ്ങനെ പറയുന്നു? ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശവും ഭൂമിയുണ്ടായ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. സങ്കീർത്തനം പറയാ, തനിക്കുള്ള സഹായം, എനിക്കുള്ള സഹായം വരുന്നത് ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനകാരൻ പറഞ്ഞ ആ യഹോവ തന്നെയാണ് ഇന്നും ദൈവം, ജീവനുള്ള ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ നിന്ന് സഹായം നമുക്കും വരുമെന്ന് തന്നെയാണ് വചനം നമ്മളോട് പറയുന്നത്. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വ്യാകുലങ്ങൾ ദൈവം മാറ്റി തരുന്നത് കണ്ടിട്ടുണ്ടോ? കാണണം, അറിയണം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം അറിയാൻ കഴിയും. ഞാൻ സാക്ഷിയാണ്, ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ കർത്താവ് എൻ്റെ വ്യാകുലങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്നതും അഴിച്ചു തരുന്നതും ഞാൻ അറിയുന്ന ഒരാളാണ്, ഞാൻ അറിഞ്ഞിട്ടുള്ള ആളാണ്, ഞാൻ സാക്ഷ്യം പറയുന്ന ഒരാളാണ്. കർത്താവ് നമ്മോട് പറഞ്ഞിട്ട് പോയി, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കർത്താവ് പറഞ്ഞിട്ട് പോയി, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അല്ലേ? നമുക്കറിയാം, കടം മാറിക്കഴിഞ്ഞാൽ അതൊരു സമാധാനം തന്നെയാണ്. രോഗം മാറി, നമുക്ക് രോഗാവസ്ഥയിലൊക്കെ ആണെങ്കിൽ അത് മാറിയ സമാധാനം തന്നെയാണ്. അത് നമുക്ക് സന്തോഷമാണ്. മക്കളില്ലാത്ത വ്യക്തികൾക്ക് മക്കളുണ്ടാകുമ്പോൾ അത് നൽകുന്ന സമാധാനം, സന്തോഷം വലുതാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കുറവുകൾ മുഴുവൻ നികത്തി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നികത്തി കിട്ടുമ്പോൾ, നടന്നു കിട്ടുമ്പോൾ അത് നമുക്കൊരു സമാധാനം തരുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ കർത്താവ് പറയുന്നത്, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്. കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമാധാനമാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. മനസ്സിലാക്കുക, കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമാധാനമാണ് ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ആത്മാവിൻ്റെ രക്ഷ? നമ്മൾ എല്ലാ അനുഗ്രഹവും നമുക്ക് ദൈവം തരുന്നുണ്ട്.
രോഗങ്ങളിൽ സൗഖ്യം തരുന്നുണ്ട്, പ്രയാസങ്ങളിൽ വിടുതൽ നൽകുന്നുണ്ട്, നിന്റെ കടബാധയിൽ വിടുതൽ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഉറപ്പ്, നമുക്ക് സ്വർഗത്തിലുള്ള സ്ഥാനത്തിൻ്റെ ഉറപ്പ്. ഭൂമിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം കർത്താവ് സഹായിക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പം തന്നെ നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയും കൂടി കർത്താവ് തുറന്നു തരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് വളരെ ഹൃദയത്തോടുള്ള ആഗ്രഹമെന്ന് പൗലോസ് പറയുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം. എങ്ങനെ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റോമർ 10-ന്റെ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനെ വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും അവനെ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുന്നില്ല. വചനം പറയുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അത്യാവശ്യമാണത്. അതിനെന്താ ചെയ്യേണ്ടത്? വേറെ പ്രത്യേകിച്ച് മല കയറണ്ട, കുരിശ് ചുമക്കണ്ട, നിങ്ങൾ പീഡാസഹനങ്ങളൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ഏക്കണ്ട. കാരണം ഇതൊന്നും നമ്മുടെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ വചനം പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മനസ്സിലായോ? വചനത്തിൽ ഇങ്ങനെ പറയുന്നു, റോമർ എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മനസ്സിലാക്കുക, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ മക്കളാകുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. മക്കളാകുന്നുവെങ്കിൽ നമുക്കറിയാം, മനുഷ്യൻ്റെ മക്കൾ, നമ്മുടെ മക്കൾക്ക് മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മക്കൾക്ക് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കർത്താവ് നമുക്ക് വേണ്ട അനുഗ്രഹത്തെ എല്ലാം പകർന്നു നൽകുമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അല്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പേര് ദൈവപിതാവായിട്ട് അംഗീകരിക്കുക, ആവാ പിതാവ് എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മക്കളെ പോറ്റേണ്ട ചുമതല ആർക്കാണുള്ളത്? മക്കളെ അനുഗ്രഹിക്കേണ്ട ചുമതല ആർക്കാണുള്ളത്? അനുഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വചനത്തിൽ സംസാരിച്ചപ്പോൾ ചില ആളുകളെങ്കിലും എന്നോട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം പറയുന്നു. എനിക്ക് അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കാരണം കർത്താവ് ഒരു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നൽകുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹം തന്നെയാണ്. നാളെ പുലർക്കാലം നമ്മൾ എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്കറിയാം, രാത്രി കിടന്നുറങ്ങുന്ന എത്രയോ ആളുകൾ പിറ്റേ ദിവസം പുലർക്കാലം കാണുന്നില്ല, പിറ്റേ ദിവസത്തെ പ്രഭാതം കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയല്ലേ? ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അനുഗ്രഹമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം കരുതലുള്ളവനാണ്, ദൈവം കരുതലാണ്. ആ ഹൃദയത്തിൻ്റെ കരുതലിനെ നമുക്ക് അളക്കാൻ കഴിയില്ല, ആ കരുണയെ നമുക്ക് അളക്കാൻ കഴിയില്ല, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അളക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, ദൈവനാമം ഏറ്റുപറയുക, രക്ഷയെ ഏറ്റുപറയുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒരു കുറവും വരാതെ ദൈവം നമ്മളെ കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ അനുഗ്രഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. കാരണം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം.
സുവിശേഷം പറയുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാണത്. വചനം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മേൽ കിടക്കുന്ന നിർബന്ധമാണ്. ആ അനുഗ്രഹത്തെ നമ്മൾ പിൻപറ്റണം. ആ അനുഗ്രഹത്തെ നമ്മളും പിടിച്ചു വാങ്ങണം. മറ്റുള്ളവർക്കും വചനങ്ങൾ പങ്കുവെക്കുക. അതുവഴി അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കും, അത് കേൾക്കുന്നവർക്കും ലഭിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. അടുത്ത ഒരു സന്ദേശവുമായി കാണുന്നൊരു ദൈവം നിങ്ങളെയും എന്നെയും കാത്തു പരിപാലിക്കട്ടെ. ദൈവം അടുത്തൊരു സന്ദേശത്തിനായിട്ട് നമ്മളെ അനുവദിക്കട്ടെ. ദൈവം നാമം മാത്രം മഹത്വമെടുക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.